ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ രാവിലെ തൊട്ട് നൈറ്റ് വരെയുള്ള കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട അപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം. എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. രാവിലെ സുബഹി നിസ്കാരം ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ തുണി കഴുകാൻ വേണ്ടിയിട്ട് മെഷീനിലേക്ക് ഇട്ട് എന്നിട്ട് ഞാൻ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് പോയി. നല്ല കാറ്റും മഴ ഉണ്ടായതുകൊണ്ട് മുറ്റത്ത് നല്ലോണം കച്ചറുണ്ട്. അങ്ങനെ ഒരു സൈഡിൽ തന്നെ ഞാൻ നീട്ടായിട്ട് അടിച്ച് പറിക്കൊണ്ട് വന്ന് അങ്ങനെ മുറ്റെല്ലാം അടിച്ച് പാരിട്ടായപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് വന്ന്. നൈറ്റ് തന്നെ ഞാൻ കിച്ചണെല്ലാം നല്ല ക്ലീനാക്കി വെച്ചിട്ട് കിടന്നത്. നൈറ്റ് ഞാൻ രാവിലെ കടുമ്പാക്കാൻ വേണ്ടിയിട്ട് കുഴിങ്ങലൊരു വെള്ളത്തിൽ വെച്ചിട്ടുണ്ട്. അതിന് നല്ലോണം കയറ്റി അതിന് വെള്ളം ഊറ്റിയെടുത്ത് എന്നിട്ട് അതിനെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പ്, കുറച്ച് വെള്ളം, ജാസ്തി വെള്ളം ഒഴിക്കാൻ പാടില്ല, കുറച്ച് തന്നെ വെള്ളം ഒഴിക്കണം. നല്ല തിക്കായിട്ട് ഇതിനെ അരച്ചെടുക്കണം. മിക്സിയിൽ ജാസ്തി തിക്കായിട്ട് അരച്ചെടുക്കാൻ കഴിയില്ല, ഗ്രൈൻഡറിൽ തന്നെ നല്ല ഗട്ടിയായിട്ട് അരച്ചെടുക്കാം. അന്നൊന്ന് കുറച്ച് ലൂസായിട്ട് നല്ലോണം വെള്ളമാക്കാൻ പാടില്ല, കുറച്ച് ഗട്ടിയായിട്ട് ഇരിക്കണം. കടുമ്പക്ക് വെണ്ടക്ക കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഞാൻ ഉമ്മാൻ്റെ അടുത്ത് ഉള്ളി, തക്കാളി, വെണ്ടക്കെല്ലാം മുറിച്ചിടാൻ വേണ്ടിയിട്ട് കൊടുത്തിന്. ഇപ്പോൾ നല്ല നൈസായിട്ട് അരച്ചെടുത്തിന്. ഇത്ര തിക്നെസ്സിൽ അരച്ചെടുക്കണം, നല്ല വെള്ളമാക്കാൻ പാടില്ല. അങ്ങനെ അക്കസ്മാത്ത് അങ്ങനെ വെള്ളമായെങ്കിൽ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് അതിന് ഇങ്ങനെ വറ്റിച്ചെടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് തേങ്ങയും കുറച്ച് ജീരകവും ഇട്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ തേങ്ങ ഒന്നും ഇടുന്നില്ല, അങ്ങനെ ആക്കൽ. ഇനി ഒരു ഇഡ്ഡലി പാത്രത്തിലേക്ക് ഇത് കടുമ്പനെല്ലാം നല്ല ഷേപ്പാക്കി നമുക്ക് ഏത് ഷേപ്പിൽ വേണം ആ ഷേപ്പിൽ ഉണ്ടാക്കിയിട്ട് അതിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിനെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. വെണ്ടക്ക കറിയാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് തേങ്ങ എടുത്തിന്, ജാസ്തി തേങ്ങ എടുത്തിട്ടില്ല. അതിന് നല്ല വറുത്തരച്ചിട്ട് കറിയാക്കി നല്ല ചിക്കൻ കറി വെച്ച പോലെ വെക്കണം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിലേക്ക് ഞാൻ കുറച്ച് സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കുന്നു. കുറച്ച് പെരുംജീരക, പട്ട, കറാമ്പ്, ലവങ്ക എല്ലാം ഇട്ട് കൊടുത്തിന്. പിന്നെ കുറച്ച് കുരുമുളകും ഇട്ടിന്. എന്നിട്ട് ഇതിൻ്റെ ഒരു തേങ്ങ നല്ല ബ്രൗൺ കളർ ആകുന്നവരെ നല്ലോണം ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ തേങ്ങ നല്ല ബ്രൗൺ കളറായിന്. ഇനി ഇതിന് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം തണിഞ്ഞ പിന്നെ ഞാൻ അരക്കാനിടുന്നത്. അത്രത്തോളം മിക്സിൻ്റെ ജാറിൽ അങ്ങനെ തണിഞ്ഞോളൂ. ഇത് കുറച്ചേ ഉണ്ടായതുകൊണ്ട് മിക്സിൻ്റെ ജാറിൽ ഇട്ടത് ഞാൻ. ഇനി അതേ പാനിലേക്ക് നീളത്തോടെ കട്ടാക്കി വെച്ച് വെണ്ടക്ക ഇട്ടിട്ട് അത് നല്ലോണം വറുത്തെടുക്കാം. ഇത് നല്ലോണം വറുത്തെങ്കിൽ ഞങ്ങൾക്ക് കറിയാക്കുമ്പോൾ കറി ഇങ്ങനെ ഞോളി പോലെ ഉണ്ടാവില്ല, നല്ല ടേസ്റ്റായിട്ടും ഉണ്ടാവും. പിന്നെ ഇത് പകുതി ഇതിൽ തന്നെ വെന്തിട്ടുണ്ടാകും ഇങ്ങനെ ഫ്രൈ ആക്കുമ്പോൾ തന്നെ. ഇപ്പം നോക്കി വെണ്ടക്ക നല്ലോണം ബാടിന്. അതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അതേ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 3 മീഡിയം സൈസ് ഉള്ളി ചെറുതായിട്ട് കട്ടാക്കി ഇട്ട് കൊടുത്തിട്ട് അതിന് നല്ലോണം മിക്സ് ആക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ഉള്ളി നല്ലോണം ബാടുന്നവരെ ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് അതിനെല്ലാം നല്ലോണം മിക്സ് ആക്കുക. ഉള്ളി ഒരു ബ്രൗൺ കളർ ആയതിന് അതിലേക്ക് 3 മീഡിയം സൈസ് തക്കാളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഇപ്പോൾ 10 മിനിറ്റ് ആയിന്. തക്കാളി നല്ലോണം വെന്തിന്. ഇതിനെല്ലാം നല്ലോണം മിക്സ് ആക്കിയിട്ട് തക്കാളി നല്ലോണം ഇങ്ങനെ വെന്തോടെയാണോ നല്ല സ്മാഷ് ആക്കി എടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഒരു 1/4 സ്പൂണിൻ്റെ അത്ര മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിനെല്ലാം മിക്സാക്കുക. ഇതിനെല്ലാം പച്ചമണം പോകുന്നവരെ നല്ലോണം മിക്സാക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനെല്ലാം നല്ലോണം മിക്സാക്കുക. ഇനി നേരത്തെ ഞങ്ങൾ വറുത്ത് വെച്ച ആ തേങ്ങത്തിലേക്ക് ഈ ഉള്ളി തക്കാളി ഇട്ട് മസാല ഇട്ട് കൊടുക്കുക. ഇതിലൊരു പകുതി ഇട്ടാൽ മതി, പകുതി ഇട്ടില്ല നിൽക്കട്ട്. ഇനി ഇതിലേക്ക് ഞങ്ങൾ നേരത്തെ വറുത്ത് വെച്ച് വെണ്ടക്ക ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനെല്ലാം നല്ലോണം മിക്സാക്കാം. ഇനി ഈ അരപ്പിന് തണിഞ്ഞ് പിന്നെ അതിന് നൈസായിട്ട് അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നല്ല നൈസായിട്ട് അരയണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇനി ഇതെല്ലാം നല്ലോണം മിക്സാക്കി കൊടുക്കുക.
നല്ലോണം ലൂസ് ആവണമെന്നില്ല, നല്ലോണം തിക്കാവണമെന്നില്ല, ഒരു മീഡിയം ആയിട്ട് മതി. എന്നിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് ഒരു തിളച്ചാൽ മതി, നല്ലോണം തിളക്കണമെന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി വെണ്ടക്ക കറി റെഡിയായി. നല്ല കടുമ്പിനെല്ലാം നല്ല കോമ്പിനേഷൻ, നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായി. നിങ്ങൾക്ക് മസ്റ്റായിട്ടൊന്ന് ട്രൈ ആക്കി നോക്കി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ആയ പിന്നെ ഞാൻ ഒരു സൈഡിൽ നിന്ന് തന്നെ ബെഡെല്ലാം നീട്ടായിട്ട് പിരിച്ചിട്ടുകൊണ്ട് വന്ന് അങ്ങനെ എല്ലാ റൂമിൻ്റെ ബെഡെല്ലാം പിരിച്ചിട്ടിട്ടായ പിന്നെ ഇന്നലെ കയറ്റി വെച്ച തുണിയെല്ലാം മടക്കി വെച്ചിട്ടുണ്ടായി. അതെല്ലാം എടുത്തിട്ട് അതത് സ്ഥലത്ത് എടുത്ത് വെച്ച് എന്നിട്ട് ദിവാൻ കാട്ടിൻ്റെ കുഷനെല്ലാം നല്ല നീട്ടായിട്ട് സെറ്റാക്കി വെച്ച് അങ്ങനെ കുറച്ച് ഇടുന്ന് ഞാൻ എല്ലാ റൂമും ഒത്തിരാക്കിക്കൊണ്ട് വന്ന് കുറച്ച് മീൻക്ക് ഫുഡ് ഇട്ട് കൊടുത്ത് പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയപ്പോൾ തന്നെ ഉമ്മ പാത്രമെല്ലാം കയറ്റി വെച്ചിട്ടുണ്ടായി. ഞാൻ പാത്രമെല്ലാം എടുത്തിട്ട് അതൊരു സ്ഥലത്ത് എടുത്ത് വെച്ച് പാത്രമെല്ലാം എടുത്ത് വെച്ചിട്ടായ പിന്നെ പാത്രമൊക്കെ ഒന്ന് സിങ്ക് പാത്രമൊക്കെ ഒന്ന് ലിക്വിഡ് ഇട്ടിട്ട് നല്ലോണം സ്ക്രബാക്കിയിട്ട് അങ്ങനെ കൈ അങ്ങനെ സിങ്കെല്ലാം നല്ല നീറ്റായിട്ട് കയറ്റായ പിന്നെ സൈഡിലുള്ള വെള്ളമെല്ലാം വൈപ്പാക്കിയെടുത്ത് എന്നിട്ട് ചുമരിലുള്ള ടൈൽസ് എല്ലാം നല്ല നീറ്റായിട്ട് തുടച്ചിട്ട് ഇവിടെ പാത്രമൊക്കെ വന്നുകൊണ്ട് എല്ലാ സോപ്പിൻ്റെ പതെല്ലാം തിരിച്ചിട്ടുണ്ടാകുന്നു. അതിനെ കൊണ്ട് ഞാൻ ഇതിൽ സ്ക്രബിൽ ഇതാക്കിയിട്ട് പിന്നെ ഞാൻ തുടക്കൽ ഇല്ലെങ്കിൽ അങ്ങനെ വെളുത്ത ടൈൽസ് ആയതുകൊണ്ട് നല്ലോണം കര കാണുന്നു. അങ്ങനെ കൊണ്ട് ഞാൻ പാങ്ങിൽ ഇത് പാത്രമൊക്കെ ഒന്ന് ലിക്വിഡ് ഇട്ടിട്ട് അതിനെ കയറ്റി പിന്നെ ഞാൻ ഇങ്ങനെ ഒരു തുണിയിൽ തുടക്കൽ എന്നിട്ട് ആ തുണിയെല്ലാം പാങ്ങ് കയറ്റി പിന്നെ എല്ലാ ചുമരിലുള്ള എല്ലാ ടൈൽസും സൈഡിൽ നിന്ന് നീറ്റായിട്ട് തുടച്ചിട്ടുകൊണ്ട് വരും. ഈ ചുമരിലുള്ള ടൈൽസ് എപ്പോഴും ഞങ്ങൾ ഇങ്ങനെ തുടച്ചുകൊണ്ടുണ്ടാണോ, ഇല്ലെങ്കിൽ ഇവിടെ കുക്കാക്കുന്നതെല്ലാം എണ്ണയും പിന്നെ കരിൻ്റെ ഇതെല്ലാം ചുമരിലങ്ങനെ തരച്ചിട്ടുണ്ടാകുന്നു. അതങ്ങനെ വെളുത്തതായത് കൊണ്ട് നല്ലോണം എണിച്ച് കാണുന്നു. അങ്ങനെ ഡെയിലി ഞാൻ കൗണ്ടർ ടോപ്പും ഗ്യാസിൻ്റെ അടിയിലെല്ലാം നല്ല നീറ്റായിട്ട് തുടച്ചിടും. അങ്ങനെ ഞാൻ ഗ്യാസ് സ്റ്റൗവെല്ലാം നല്ല നീറ്റായിട്ട് തുടച്ച് വെച്ചിട്ടുണ്ടായി. അങ്ങനെ അതിൻ്റെ പ്ലേറ്റും അതിൻ്റെ റിങ്കെല്ലാം അതിലേക്ക് വെച്ചെടുത്ത് അങ്ങനെ കിച്ചണെല്ലാം ക്ലീനായിട്ടായ പിന്നെ ഞാൻ ഒരു സൈഡിൽ നിന്ന് തന്നെ അടിച്ച് വാരിക്കൊണ്ട് വന്ന് ഫസ്റ്റ് തന്നെ ഞാൻ സിറ്റ് ഔട്ടിൽ നിന്ന് തന്നെ അടിച്ച് വാരിക്കൊണ്ട് വന്നത്. അങ്ങനെ എല്ലാ റൂമും അടിച്ച് വാരിട്ടായ പിന്നെ ഈ മിറർ ഗ്ലാസ്സുകൾ പിന്നെ ഗോഡ്രേജ് ടീപ്പായികൾ ഇങ്ങനത്തെതെല്ലാം ഞാൻ ഒരു സ്പ്രേ ബോട്ടിലിൽ കുറച്ച് വിനീഗറും കുറച്ച് വെള്ളവും മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ ഒരു സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടെന്ന് അതിനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സ്പ്രേ ആക്കിയിട്ട് ഒരു സൈഡിൽ തന്നെ തുടച്ചിട്ടുകൊണ്ട് വന്ന് ഇങ്ങനെ വിനീഗറും പിന്നെ വെള്ളവും മിക്സ് ആക്കിയിട്ട് ഞങ്ങൾ മിറർക്കെല്ലാം അടിച്ചാൽ മിറർ നല്ല ക്ലീൻ ആയിട്ടുണ്ടാവും. ഈ കുട്ടികളെല്ലാം വന്നിട്ട് കയ്യിലെ തൊട്ട് ഇങ്ങനെ കലയായിട്ടുണ്ടാകുന്നു, അതെല്ലാം നല്ല നീറ്റായിട്ടുണ്ടാകുന്നു. അങ്ങനെ മിറർ ഗ്ലാസ്സുകൾ ഫ്രിഡ്ജ് എല്ലാം ഞാൻ നീട്ടായിട്ട് ഇത് സ്പ്രേ ബോട്ടിൽ സ്പ്രേ ആക്കി തുടച്ചിട്ടെല്ലാം ആയ പിന്നെ ഞാൻ ഒരു സൈഡിൽ നിന്ന് നില തുടച്ചുകൊണ്ട് വന്ന് ഇപ്പോൾ എല്ലാ പണിയായിന്. ഇപ്പോൾ കുറച്ച് ജ്യൂസ് ആക്കാൻ വേണ്ടി ഞാൻ കുറച്ച് കസ്കസ് വെള്ളത്തിട്ട് വെക്കുന്നത്. നല്ല ചൂടുണ്ട്, ഇപ്പോൾ പണിയെല്ലാം ആയിട്ടാകുമ്പോൾ ഫുള്ള് ടയേർഡായിട്ടുണ്ടെന്ന്. ആ കസ്കസ് പൊതിരുമ്പോൾ ഞാൻ ഇപ്പുറത്ത് കുറച്ച്
പുനർപുളിൻ്റെ ലിക്വിഡ് ഒഴിച്ച് കൊടുത്ത്, ലിക്വിഡ് കാലിയാണ് ഇതിൽ കുറച്ച് ഉണ്ടായത്, അതെല്ലാം ഒഴിച്ച് അങ്ങനെ ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് പഞ്ചാര ഇട്ടിട്ട് മിക്സാക്കി. കസ്കസ് ഒരു 10 മിനിറ്റ് പൊതിർത്തി വെച്ചാൽ മതി, നല്ലോണം പൊതിർന്ന് കിട്ടുന്നു. ഇത് നല്ല ജെല്ലി പോലെ ആയിരിക്കുന്നത്. അതിന് ഈ ജ്യൂസിലേക്ക് ഇട്ട് കൊടുത്ത്, കസ്കസ് ഇട്ടിട്ട് വെള്ളം കുടിച്ചാൽ നല്ലതാണ്, നമ്മളെ ബോഡി നല്ല ഹൈഡ്രേറ്റ് ആയിട്ടുണ്ടാവും. പിന്നെ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്ത്, അങ്ങനെ ഞാനും കുട്ടികളും ഉമ്മല ജ്യൂസെല്ലാം കുടിച്ചിട്ടായ പിന്നെ ഈവനിങ് സ്നാക്സിന് ഞാൻ മോമോസ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചിക്കനിൻ്റെ നല്ല പീസുകളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായി. ഇതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി, ഒരു 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 സ്പൂണിൻ്റെ അത്ര കോൺഫ്ലോർ, പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് വിനീഗർ, ഇതെല്ലാം ഇട്ടിട്ട് ഞാൻ നല്ലോണം മിക്സാക്കി വെച്ച്. ഇത് വൈകുന്നേരം സ്നാക്സിന് മോമോസ് ആക്കാൻ വേണ്ടിയിട്ട് ഇതിന് നല്ലോണം മിക്സാക്കി വെച്ചത്. അപ്പോൾ വൈകുന്നേരം മസാല ആക്കുമ്പോൾ കറക്റ്റ് ഉപ്പ് എരിവെല്ലാം നല്ലോണം പിടിച്ചിട്ടുണ്ടാവും. ഇത് ചിക്കൻ്റെ നല്ല പീസ് മാത്രം എടുത്ത് ഞാൻ അങ്ങനെ സ്നാക്സിന് ഇല്ലെങ്കിൽ ഫ്രൈഡ് റൈസ്, നൂഡിൽസ് ഇങ്ങനത്തെ എനിക്കെല്ലാം എടുത്ത് വെക്കും. പിന്നെ ആ ചിക്കൻ്റെ എല്ലുള്ള പീസ് ഞാൻ കറിയാക്കാൻ. ഇപ്പോൾ ചിക്കൻ കറിയാക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ ചൂടായതിന് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത്, ഒരു 2 മീഡിയം സൈസ് ഉള്ളി ചെറുതായിട്ട് കട്ടാക്കി ഇട്ട് കൊടുത്ത്, പിന്നെ 1 സ്പൂണ് ഉപ്പ് ഇട്ടിട്ട് അതിന് നല്ലോണം മിക്സാക്കി. പിന്നെ ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് കട്ടാക്കി ഇട്ട് കൊടുത്ത്, എന്നിട്ട് അതിനെല്ലാം നല്ലോണം മിക്സാക്കിയിട്ട് ഒരു 10-15 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിച്ചെടുത്ത്. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിന് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുത്ത്, എന്നിട്ട് അതിനെല്ലാം നല്ലോണം മിക്സാക്കി, ഇതിൻ്റെ പച്ചമണം പോകുന്നത് നല്ലോണം മിക്സാക്കി. ഇനി ഇതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ട് നല്ലോണം അതിൽ പച്ചമണം പോകുന്നത് നല്ലോണം മിക്സാക്കി കൊടുത്ത്. ഇനി ആ മസാലനെ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് മസാല മാറ്റി വെച്ച് ഇത് അരച്ചിട്ട് അതിലേക്ക് പേസ്റ്റ് ആക്കിയിട്ട് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്ത്, ഒരു പകുതി മസാല എടുത്തത് പകുതി അതിലുണ്ടായി, ആ ചിക്കൻ ഇട്ടിട്ട് അതിനെ നല്ലോണം മിക്സാക്കി. ഇനി നേരത്തെ മാറ്റി വെച്ച് മസാലയ്ക്ക് കുറച്ച് തേങ്ങ ചിരവിതിട്ട് കൊടുത്ത്, ഞാനിങ്ങനെ തേങ്ങ ചിരവിട്ട് അതിന് ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ച് വിടും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇങ്ങനെ എടുത്തോളാം. അപ്പോൾ വേണ്ടത് ഞാൻ ജാസ്തി തേങ്ങ ഇടില്ല, കുറച്ച് ഇടല്, ഒരു 1/4 കപ്പിൻ്റെ എത്ര ഇടും, ഞാൻ ജാസ്തി തേങ്ങ ഇടില്ല. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുത്ത്, ഞാൻ 1 സ്പൂണിൻ്റെ അത്ര പെരിഞ്ചീരകം, പിന്നെ ഒരു പട്ട, ഒരു മറാഠി മുഗ്ഗ്, പിന്നെ ഒരു സ്റ്റാർ ഫ്ലവർ അതൊന്ന്, പിന്നെ കുറച്ച് ലവംഗ, പിന്നെ കുറച്ച് കുരുമുളക്, എല്ലാം കുറച്ച് ഇടുന്നു, ഒരു 2 അത്ര ഇതിലിടുന്നത്, ജാസ്തി ഇടില്ല. എനിക്ക് ജാസ്തി സ്പൈസസ് ആയിട്ട് ഉണ്ടാകുന്ന ഇഷ്ടമില്ല, അങ്ങനെ ഞാൻ കുറച്ച് ഇടുന്നത്. എന്നിട്ട് ചെറുതായിട്ട് കട്ടാക്കി മല്ലിച്ചപ്പ് ഇട്ടിട്ട് നല്ല നൈസ് അരച്ചിട്ട് അതിനെ ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുത്ത്, എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത്, എന്നിട്ട് ഇതിനെല്ലാം നല്ലോണം മിക്സാക്കി. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ട് ഒരു വിസിൽ ഫുള്ള് ഫ്ലെയിമിൽ, പിന്നെ ഒരു വിസിൽ സ്ലിമ്മിലാക്കിയിട്ട് 2 വിസിലാക്കി എടുത്ത്. ഇപ്പോൾ കുക്കറിൻ്റെ ഹെയറെല്ലാം പോയിന്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കട്ടാക്കി വെച്ച് മല്ലിച്ചപ്പ് ഇട്ടിട്ട് മിക്സാക്കി കൊടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാകും, നിങ്ങൾ മസ്റ്റായിട്ടൊന്ന് ട്രൈ ആക്കി നോക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ഉച്ചക്ക് ഞാനും കുട്ടികളും ഉമ്മലും ഉച്ചക്ക് ലഞ്ചെല്ലാം കഴിച്ചിട്ടായിരുന്നു കുറച്ച് നേരം കിടന്നുറങ്ങി. പിന്നെ വൈകുന്നേരം ആകുമ്പോൾക്ക് സ്നാക്സിന് മോമോസ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മൈദ കുഴച്ച് വെച്ചിട്ടുണ്ടായി ഫസ്റ്റ് തന്നെ. അതിന് ഇങ്ങനെ കുറച്ച് മൈദപ്പൊടി വേറിയിട്ട് കൗണ്ടർ ടോപ്പിൽ തന്നെ നല്ല തെളിവിൽ പരത്തി കൊടുക്കണം. ഇങ്ങനെ നല്ല തെളിവിൽ വരണം, എത്ര തിന്നായിട്ട് വരുന്നു അത്ര നല്ലത്. ഇതിന് ഷേപ്പ് അങ്ങനെ ആയെങ്കിലും സാരില്ല, റൗണ്ട് തന്നെ വേണമെന്നില്ല. ഞങ്ങൾ ഇങ്ങനെ ഒരു മൂടിയിൽ ഇങ്ങനെ
കട്ടാക്കി എടുത്താൽ മതി. ചെറിയ ചെറിയ എത്ര നമുക്ക് വേണോ അത്ര അകലത്തിന് മൂടിയെടുത്താൽ മതി. ഇങ്ങനെ കട്ടാക്കിയിട്ട് ഇങ്ങനെ ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ടാക്കി എടുക്കുക. ഇപ്പോൾ ഒന്നിൽ ഒരു 3-4 എണ്ണം എന്തോ കിട്ടും. ഇങ്ങനെ 4 എണ്ണം കിട്ടി ഇങ്ങനത്തേത്. ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ നല്ല തിന്നായിട്ട് വരണം. നോക്കി എത്ര തെളിപ്പിൽ പരത്തുന്ന അത്ര നല്ല ഉണ്ടാകുന്നത്. ഇനി അതിലേക്ക് ഫില്ലിങ് ഇട്ട് കൊടുക്കുക. ഞാൻ ഇത് ഫില്ലിങ് ആക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം മോമോസ് ആക്കുന്നത്. അതെല്ലാം ഇട്ടെങ്കിൽ വീഡിയോ ഫുൾ ലെങ്ത്താണ്. അങ്ങനെ കൊണ്ട് ഞാൻ ആ ഫില്ലിങ്ങിൻ്റെ വീഡിയോസ് ഇട്ടിട്ടില്ല. ഫില്ലിങ് ഇട്ടിട്ട് മോമോസിൻ്റെ ഷേപ്പിലാക്കിയിട്ട് എല്ലാം ഞാൻ ഇങ്ങനെ മോമോസ് ഷേപ്പിലാക്കി വെച്ച് ഇനി എണ്ണ ചൂടായ പിന്നെ അതിലേക്ക് ഓരോന്നിനെ ഇട്ട് കൊടുത്ത് ഞാൻ ചിക്കൻ്റെ നല്ല പീസെല്ലാം ഇങ്ങനെ എടുത്ത് വെക്കൽ. ഇങ്ങനെ സ്നാക്സ് എല്ലാം ഇടാൻ നല്ല ഉണ്ടാകുന്നത്. പിന്നെ സ്നാക്സൊക്കെ മസാല ആക്കുമ്പോഴേക്ക് ഞങ്ങൾ ചിക്കൻ ഫ്രൈ ആക്കിയിട്ട് പിന്നെ അതിനെ മിക്സിയിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ക്രഷ് ആക്കിയിട്ട് മസാലയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിൽ സമൂസ ആക്കാം, മോമോസ് ആക്കാം, പിന്നെ കട്ട്ലേറ്റ് ആക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാകുന്നു. പിന്നെ ചിക്കൻ ഇതേപോലെ ഫ്രൈ ആക്കിയിട്ട് ഞാൻ നൂഡിൽസ്, ഫ്രൈഡ് റൈസ്, പിന്നെ മക്രോണി ഇതൊക്കെല്ലാം ഞാൻ ഫ്രൈ ആക്കിയിട്ട് ചെറുതായിട്ട് ക്രഷ് ആക്കിയിട്ട് ഇടും. ഇപ്പോൾ മോമോസ് 2 സൈഡ് ഫ്രൈ ആയിന്. ഇതിൻ്റെ ഫില്ലിംഗ് എല്ലാം ഓൾറെഡി കുക്കായ കൊണ്ട് നല്ലോണം കുറേ നേരം വെക്കണമെന്നൊന്നുമില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 സൈഡ് ഫ്രൈ ആക്കിയിട്ട് ഒരു ഗോൾഡൻ കളറായാൽ മതി. അങ്ങനെ സ്നാക്സ് എല്ലാം ചുട്ടിട്ടായ പിന്നെ വൈകുന്നേരം ചായ എല്ലാം കുടിച്ചിട്ടായിട്ട് പിന്നെ മോന് മദ്രസക്ക് പോയി. പിന്നെ ഞങ്ങൾ മാരിബ് നിസ്കാരം ഓത്തെല്ലാം കഴിഞ്ഞ് പിന്നെ ഏശ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ദോശ ആക്കാൻ വേണ്ടിയിട്ട് വന്നത്. ഞാൻ നീർദോശ ആക്കിയത്. പിന്നെ ഉച്ചക്കൊക്കെ ചിക്കൻ കറി ഉണ്ടായി. ചിക്കൻ കറിക്ക് നീർദോശ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഞാനും കുട്ടികളും ഉമ്മലും ഡിന്നർ കഴിച്ച്. ഹസ്ബൻഡ് തമിഴ്നാട് പോയിന്. ഒരു ടിമ്പർ ലോഡ് എടുത്തിട്ട് പോകുന്നത്. ഒരു 4 ദിവസത്തേക്ക് ഒരിക്കൽ ബാംഗ്ലൂർ പോയെങ്കിൽ 2 ദിവസത്തേക്ക് ഒരിക്കൽ വരും. തമിഴ്നാട് സൈഡെല്ലാം പോയെങ്കിൽ 4 ദിവസമാണ്. അങ്ങനെ ഞാനും കുട്ടികളും ഉമ്മ മാത്രമേ ഉള്ളൂ പേരിൽ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഡിന്നർ കഴിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.